എല്ലാവരും ദൈവവിശ്വാസികളാണല്ലോ. ദൈവം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഗോഡ് എന്നും ഓൾമൈറ്റി എന്നും രണ്ട് വാക്കുകൾ കൊണ്ടാണ്. ജനറലായിട്ട് അല്ലാതെയും ഒരുപാട് വാക്കുകളുണ്ട്, എങ്കിലും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയും, ഓൾമൈറ്റി എന്ന് പറയും. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അന്വേഷിക്കുക നമുക്ക്. ഗോഡ് എന്നാണ് ദൈവം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഗോഡ് അതിനെ ഒരല്പം രസകരമായിട്ട് പറഞ്ഞാൽ 3 വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഗോഡ് എന്നൊരു വാക്ക് ഉണ്ടാക്കിയത് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. അതൊരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞു വെക്കാം. ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ എന്ന 3 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഗോഡ് എന്ന വാക്ക് ഉണ്ടാക്കിയത് അത്രേ. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഹിന്ദു മിത്തോളജിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വർ എന്നൊക്കെ പറയുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ എന്ന 3 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഗോഡ് എന്ന് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, എങ്കിലും പൊതുവിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ദൈവം എന്നത് ഗോഡ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുക. തൊട്ടടുത്ത് ഓൾമൈറ്റി എന്ന വാക്ക് അത് ഉപയോഗിക്കുന്നത് ഒരുതരം, അതിനെ നമ്മൾ എന്താ പറയുക, അഡ്ജക്റ്റീവ് എന്ന് പറയാം. നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നാമവിശേഷണം എന്ന് പറയുക. അതായത് അഡ്ജക്റ്റീവ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓൾമൈറ്റിയുടെ യഥാർത്ഥ അർത്ഥം ഓൾ മൈറ്റി ആയിട്ടുള്ള, ഓംനി പൊട്ടൻഷ്യൽ എന്നോ, സർവശക്തൻ എന്ന്, അല്ലെങ്കിൽ ഓംനി പ്രസൻറ്റ്, സർവവ്യാപി എന്ന്, അതല്ലെങ്കിൽ ഓംനീഷ്യൻ, സർവസ്വവും എന്ന അർത്ഥം. അങ്ങനെ ഇത് ആരെയാണ് ഉദ്ദേശിക്കുക? ഗോഡിനെയാണ്. അപ്പം ഗോഡിനെ വിവരിക്കുന്ന പദങ്ങളാണ് ഇതെല്ലാം. സർവശക്തനെന്നും സർവവ്യാപി എന്നും ഒക്കെ പറയുന്ന, ഓംനീഷ്യൻ, ഓംനി പൊട്ടൻഷ്യൽ, ഓംനി പ്രസൻറ്റ് എന്നൊക്കെ പറയുന്ന ഓൾ മൈറ്റി, സർവശക്തനായ, മൈറ്റി ആയിട്ടുള്ള എന്ന്. അപ്പം അതൊരു വിശേഷണമാണ്. ഈ ഗോഡ് എന്ന് ഡയറക്റ്റായിട്ട് പറയാതെ അതൊരു ബഹുമാന പുരസ്സരം ഓൾ മൈറ്റി എന്ന് പറയുന്നത് ഒരു സാഹിത്യ ഭാഷയാണ്. ഈ സാഹിത്യ ഭാഷയിലാണ് ഓൾ മൈറ്റി എന്ന് പറയുക. സോ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഗോഡ് ഈസ് നൗൺ, ആരെയാണോ ഉദ്ദേശിക്കുക. ഓൾ മൈറ്റി എന്നുള്ളൊരു വിശേഷണമാണ്, ആരെക്കുറിച്ചാണോ പറയുക. വ്യത്യാസം എത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ കഴിയാത്ത വ്യത്യാസങ്ങളുള്ള 2 പദങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. അങ്ങനെ വരുന്ന വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഇനിയും ധാരാളം ഇതുപോലത്തെ വാക്കുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ധാരാളം ഇതുപോലത്തെ വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികൾക്ക്, കോളേജിലും സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുക്കുക. അവരുടെ ഭാഷ നന്നായിരിക്കും. നമുക്ക് ഇനിയുള്ള ഇതുപോലത്തെ വാക്കുകളുമായി ഇനിയും കണ്ടുമുട്ടുന്നത് വരെ ബൈ.